ഇനി എന്റെ ജീവിതം എന്ന് ഭഗവാൻ ആഗ്രഹിക്കുന്നതിന്റെ പുറകിലൊരു തത്വം കൂടിയുണ്ട്. ഭഗവാന്റെ വരവ് പ്രതീക്ഷിച്ച് വൃന്ദാവനത്തിൽ ഒരു തപസ് ചെയ്യുന്ന ഒരാളുണ്ട്. ആ ആള് യമുനാദേവിയാണ്. മനസ്സിലായില്ലേ? ഭഗവാന്റെ വരവ് പ്രതീക്ഷിച്ച് യമുന ഒരു തപസ്വിനിയെ പോലെ അനുസ്യൂതമായി ഒഴുകിക്കൊണ്ടിരിക്കുക. എവിടെയാ? വൃന്ദാവനത്തിലൂടെ. ഇവിടെ ലോക തലത്തിൽ ഒഴുകപ്പെടുന്ന നദികൾ രണ്ടും ഗംഗയും യമുനയും ദേവനദികളായിരുന്നു. ഗംഗയും യമുനയും ദേവനദികളാണ്. രണ്ടും ദേവലോകത്തോട് ഒഴുകിക്കൊണ്ടിരുന്നതാണ്. ആ സമയത്താണ് അവിടെ ഭഗീരഥൻ തന്റെ പൂർവികർക്ക് മോക്ഷം കൊടുക്കാൻ, സാഗരപുത്രന്മാർക്ക് മോക്ഷം കൊടുക്കാൻ വേണ്ടി തപസ് ചെയ്ത് തപസ്സിന്റെ ഫലമായി ഗംഗാനദിയെ ഭൂമിയിലേക്ക് ഒഴുക്കി ഭഗവാന്റെ ജടാകമലത്തിൽ, മഹാദേവന്റെ ജടാകമലത്തിൽ എത്തപ്പെട്ടു. അവിടെ നിന്ന് വീണ്ടും ശിവനെ പ്രാർത്ഥിച്ച് വീണ്ടും അതിനെ ഒഴുക്കി ഭൂമിയിലൂടെ ഒഴുകി. ഇങ്ങനെ ഒരുമിച്ച് താമസിച്ച ഒരാളെ ടൂറിന് പോയപ്പോൾ മറ്റേ ആൾക്കും എന്ത് വരും? ആഗ്രഹം വരത്തില്ലേ? വരത്തില്ലേ? അപ്പൊ യമുനാദേവി ചോദിച്ചു, ഭഗവാനെ, ഗംഗയ്ക്ക് ഇങ്ങനെ ഭൂമിയിലേക്കൊക്കെ പോകാനൊരു അവസരം കിട്ടി, എനിക്ക് എന്തേ നിഷേധിച്ച്? ഞാൻ എന്ന് ഇവിടെ തന്നെ നിന്നാൽ മതിയോ? ഇടയ്ക്കൊക്കെ എനിക്കൊരു ട്രിപ്പൊക്കെ വേണ്ടേ? ഭഗവാൻ പറഞ്ഞു, കൃഷ്ണാവതാര കാലമാവട്ടെ, എന്റെ കൃഷ്ണാവതാരം കാണാനുള്ള ഭാഗ്യത്തോടെ നിനക്ക് എവിടെ വരാം? ഭൂമിയിലേക്ക് വരാം. അന്ന് മുതൽ യമുന എവിടേക്ക് വന്നു? ഭൂമിയിലേക്ക് വന്ന് കാത്തു കിടക്കുകയാണ് കൃഷ്ണനെ കാണാൻ. മനസ്സിലായോ? ആ കൃഷ്ണനെ കാണാൻ കാത്തു കിടന്ന യമുനയെ ക്രോസ് ചെയ്തുകൊണ്ടാണ് കുട്ടിക്കാലത്ത് ജനിച്ച ഉടനെ നന്ദഗോപര് ആ കുഞ്ഞിനെയും കൊണ്ട് എവിടേക്ക് പോയത്? ഗോകുലത്തിലേക്ക് പോയത്. ആ ഭാഗത്തെക്കുറിച്ച് വർണ്ണിക്കുമ്പോൾ പറയും, യമുനാ നദിയിലെ ജലം ആദ്യം ഉയരാൻ തുടങ്ങി. നന്ദഗോപർ ഇറങ്ങിയപ്പോൾ ജലം ഉയർന്നുയർന്ന് പൊങ്ങുമ്പോൾ നന്ദഗോപർക്കൊരു ഭയം. എന്താ? ഈ ജലം പൊങ്ങി താനും കുഞ്ഞും അതിൽ പെട്ടുപോകുമോ? നന്ദഗോപർ ഭയന്നു. എല്ലാവരുടെ ഭയം അകറ്റുന്ന ഭഗവാനാണ് തലയിൽ ഇരിക്കുന്ന കൂടയ്ക്കകത്ത്. അപ്പോഴാണ് ഭഗവാൻ തന്റെ പിഞ്ചു പാദം യമുനയിൽ നിന്ന് ഉയർന്നു തെറിക്കുന്ന വെള്ളത്തിനകത്തേക്ക് ഒന്ന് തട്ടിക്കൊടുത്തു. ആ വെള്ളത്തിൽ തട്ടിയപ്പോഴത്തേക്ക് തന്നെ വെള്ളം താഴ്ന്നു. എന്താ കാര്യം? യമുന ഈ വരുന്നത് താൻ ആരെക്കാത്താണോ ഈ ഭൂമിയിലെത്തിയത്, ആ കൃഷ്ണൻ തന്നെയാണോ ഭഗവാൻ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്? ഉയർന്നു വന്ന് ഭഗവാനെ ഒന്ന് കാണാൻ എത്തി നോക്കിയത്. അപ്പോഴത്തേക്ക് ഭഗവാന് കാര്യം മനസ്സിലായി. ഭഗവാന്റെ പാദം സ്പർശിച്ചപ്പോ ഭഗവത് പാദത്തെ ആര് തിരിച്ചറിഞ്ഞു? യമുന. അതോടുകൂടി യമുന താഴേക്ക് വന്നു. രണ്ട് കരകളിലായിട്ട്, രണ്ട് വശത്തായിട്ട് താലമേന്തിയ ആൾക്കാർ വരവേൽക്കാൻ നിൽക്കുന്നത് പോലെ യമുന വഴിമാറിക്കൊടുത്തു. അങ്ങനെയാണ് ഭഗവാൻ എവിടേക്ക് എത്തുന്നത്? അമ്പാടിയിൽ. അതേ യമുനയാണ് ഇവിടെ വൃന്ദാവനത്തെ അലങ്കരിക്കുന്നത്. അതുകൊണ്ട് യമുനയ്ക്ക് കൊടുത്ത, അല്ലേ, ഭഗവാൻ കൊടുത്ത ആ വരം അത് പൂർത്തീകരിക്കാൻ ഭഗവാൻ എവിടേക്ക് ഒഴുകി എത്തുന്ന? വൃന്ദാവനത്തിലേക്ക്. വളരെ മനോഹരമാർന്ന ദേശമാണ് വൃന്ദാവനം. അങ്ങനെ പിന്നീടുള്ള ജീവിതം മുഴുവൻ എവിടെയായി തീർന്നു? ആ യമുനാ നദി തീരത്ത്. യമുനയിലാണ് പിന്നീട് ഭഗവാന്റെ, അല്ലേ, ഏറ്റവും കൂടുതൽ ലീലകളാടുന്നത്. കാളിയമർദ്ദനമാണെങ്കിലും, ഗോവർദ്ധനോദ്ധാരമാണെങ്കിലും, രാസലീലയാണെങ്കിലും, വസ്ത്രാക്ഷേപമാണെങ്കിലും, അല്ലേ, വസ്ത്രാപകരണമാണെങ്കിലും, സർവ്വലീലകളുടെ ഇരിപ്പിടം പിന്നെ ആരായി? യമുനയായി മാറി. അങ്ങനെ യമുനയെ ഭഗവാൻ അനുഗ്രഹിക്കുകയാണ്.